ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാ മുത്തമണികൾക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കും അൽഹംദുലില്ലാഹ് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പൊക്കെ വിട്ടുകൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്ന് രാത്രി 8:30-9 മണി ആയിട്ടുണ്ട് കേട്ടോ. വീട്ടിലേക്ക് എത്തിയപ്പോൾ സോപ്പൊക്കെ അടിച്ച് ആദ്യം കാക്കാൻ്റെ സോപ്പ് അടിച്ച് വരും. നിങ്ങൾക്കൊക്കെ അറിയാലോ, ചിക്കൻ സ്റ്റാളാണ്. അവിടുത്തെ പണി കഴിഞ്ഞിട്ട് സോപ്പൊക്കെ അടിച്ച് വരും. ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ എത്തിയിട്ടാണ്. പിന്നെ 8:30-8:45 ആകുമ്പോൾ സോപ്പ് അടക്കും. വീട്ടിലേക്ക് എത്തണമെങ്കിൽ 9:30 ആവട്ടാ. ഇന്നൊരു 9 മണിയായപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രാത്രി കഴിക്കൽ ചപ്പാത്തിയാണ്. ചപ്പാത്തി ചിലപ്പോൾ ഉണ്ടാക്കും, ചിലപ്പോൾ ഉണ്ടാക്കിയത് വാങ്ങും. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പരത്തി വെച്ച ചപ്പാത്തി ഇല്ല, അത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ ചപ്പാത്തി തന്നെ ആകുമ്പോൾ മടുക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ചോറാകുമ്പോൾ നമുക്ക് അങ്ങനെ ഇല്ലല്ലോ. ഇന്ന് വേറൊരു കറി ആണെങ്കിൽ നാളെ വേറെ കറി, അങ്ങനെ പോകുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ചോറ്, നെയ്ച്ചോറ്, ബിരിയാണിയൊക്കെ വെക്കൂട്ടാ. അതൊക്കെ ഇച്ചിരി ഷുഗർ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഒരാൾക്ക് ചപ്പാത്തി ഉണ്ടാകുമ്പോൾ ഇനി മൂന്നാൾക്കും അത് തന്നെ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് ചപ്പാത്തി കഴിക്കുന്നത് ഏറ്റവും നല്ലതല്ല. ചോറ് ഏറ്റവും ഒരു സമയമാക്കുന്നതും കുറക്കുന്നതും നല്ലതാണെന്ന് വിചാരിച്ച് അങ്ങനെ കഴിക്കാറ് കേട്ടോ. എന്നിട്ടും എവിടെ തടിക്കൊന്നൊരു മെലിച്ചിലും കേട്ടോ. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇടക്കും പണ്ടുള്ളവർ പറഞ്ഞാൽ ഇടക്കും തിരക്കുള്ള തീറ്റ അങ്ങനെയൊന്നും ഇല്ലല്ലോ. മറ്റേ വീട്ടിലാകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടൊക്കെ ഇരിക്കൂലേ. അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല. എന്നിട്ടും തടിയൊന്നും മെലിയണില്ല കേട്ടോ. ഒരു കാലത്ത് തീരെ തടി ഇല്ലാത്ത ആളായിരുന്നു. ഇപ്പോൾ തടി ഉണ്ടായി നോക്കുമ്പോൾ അത് മെലിയണമില്ല. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ വെള്ളമില്ലാതെ ഉണ്ടാക്കൂലേ, വലിയ കഷ്ണം മീനായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നു കറി. നാളെ നേരം വെളുത്ത കോഴിക്കൊക്കെ ചോറ് കുഴച്ചാൽ അങ്ങനെയൊക്കെ കൊടുക്കണ്ടേ. ഞാൻ പറഞ്ഞാൽ വൈക്ക് നമ്മൾ തേങ്ങ അരച്ച മീൻ കറി ഇവിടെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ചോറ്റിക്കാണെങ്കിലൊന്നും അതൊന്നും വലിയ ഇഷ്ടമില്ല. അങ്ങനെ ചോറിന്ന് കഴിയോളം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാറ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, തേങ്ങ ഒന്ന് വറുത്തുകാണ്ട് ആ മീൻ കറിക്ക് അരച്ചൊഴിച്ചു. പിന്നെ വലിയ ജീരകം നോക്കിയിട്ട് കാണുന്നില്ല, അതെവിടെ കിടക്കണോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും പിന്നെന്താ ആ ചെറിയ ഉള്ളി മാത്രം അരിഞ്ഞിട്ട് ഒന്നുകൂടി ചൂടാക്കിയെടുത്ത് അരച്ച് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി. പിന്നെ അതാ ഈ ചുട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തി, ഇതിൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കോഴികളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കുറച്ച് കോഴികളൊക്കെ വിടും, കുറച്ച് ചെറിയ കുട്ടികളെയും പിന്നെ കൂട്ടുകയറാൻ മടിയുള്ളവരെയൊന്നും വിടൂല, കൂട്ടിൽ തന്നെ വളർത്തണേ. അപ്പോൾ കോഴികൾ ഞാൻ ഇവിടെ വീട്ടിലെത്തിൻ്റെ സൗണ്ട് കേട്ടാൽ തുടങ്ങും കേട്ടോ. ഓരവിടെ കിടന്ന് ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കൽ. അപ്പോൾ ആ ഭാഗത്തെ ലൈറ്റ് കണ്ടിട്ടാൽ കൂട്ട് കയറിയവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. അപ്പോൾ വൈകുന്നേരം കുറച്ച് അരി ഗോതമ്പൊക്കെ മോനിട്ട് കൊടുക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരം വരെയൊക്കെയുള്ള ഫുഡ് ഞാൻ വെച്ചുകൊടുത്താൽ പോകുന്നുണ്ട്. പക്ഷേ രാത്രി വന്നാൽ വേണം, അവർക്കത് ശീലമായിട്ടോ. അപ്പോൾ ഈ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടാണ് അവർക്കുള്ളത് കൊടുക്കാൻ. അപ്പോൾ കാക്കാക്ക് നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചൂടുള്ള ചപ്പാത്തിയാണ് ഇഷ്ടം. അത് ആ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ദോശയാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും അങ്ങനെ കഴിക്കാൻ. അപ്പം മൂപ്പര് മുന്നിൽ തന്നെ കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കോഴികളൊക്കെ വയറ് നിറച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ കോഴികളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഒരുപാട് എണ്ണമൊന്നുമില്ല, നമുക്ക് പുറത്ത് വിട്ട് പോയിട്ടൊക്കെ കുറേ നഷ്ടപ്പെടുകയാണ്. വീട്ടിലാരും ഇല്ലല്ലോ, അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ കണ്ട ആ ഭാഗത്തെ ലൈറ്റ് ഇട്ടപ്പോൾ ഒക്കെ ഇറങ്ങി നല്ല റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയത്. അപ്പോൾ കൂട്ടിലുള്ളവർക്ക് മുട്ടത്തീറ്റ കഴിച്ചതും ഗ്രോവർ കഴിച്ചതൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് പിന്നെ മറ്റവർക്ക് നമ്മളെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റും ഇങ്ങനെയൊക്കെ ഉണ്ട് കൊടുക്കൽ. രാവിലെ ഒരു നേരം തവിട് കഴിച്ചിട്ട് കൊടുക്കും, തവിടില്ലെങ്കിൽ ഗ്രോവർ കഴിച്ചിട്ട് കൊടുക്കുന്നു. പിന്നെ വിട്ട് നടക്കല്ലേ, അവർക്ക് എല്ലാ ഫുഡും അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ പോഷകങ്ങളും പുറത്തുനിന്ന് തന്നെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പഞ്ചായത്ത് കോഴിക്കളും ഉണ്ട് കേട്ടോ. അത്യാവശ്യം മുട്ടടാനുള്ള വലിപ്പമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതാ കൂട്ടിൽ ഉള്ളവരാണ്, താഴെ ഉള്ളവർ നാടൻ കോഴിക്കൾ, സാധാ നമ്മളെ നാടൻ കോഴിക്കൾ തന്നെയാണ്. ഈ 3 മാസം ഒരുമിച്ച് മുട്ടയിടുന്ന കോഴിക്കൾ നിങ്ങൾ കേട്ടക്കണം. 90 കോഴിയാണ് ആ കോഴിയാണ് ഇട്ടത്.
2-2.5 മാസത്തോളം മുട്ടയിടും, എന്നിട്ട് അത് പൊരുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് നല്ല ലാഭമുള്ള പരിപാടിയാണ്. നമ്മൾ വാങ്ങിയതൊന്നല്ല കേട്ടോ. ഇതിലൊരു കോഴി അങ്ങനെ ഉണ്ടായി നമുക്ക്. പിന്നെ അതിൻ്റെ കുട്ടികൾ 2-3 അങ്ങനെയും കിട്ടി. അപ്പോൾ ഓരോ ഇങ്ങനെ മുട്ടൻ്റെ ആവശ്യങ്ങൾ നടക്കും. പെട്ടെന്ന് കുട്ടികളുണ്ടായി കിട്ടുക അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ കൂട്ടിലൊക്കെ തമ്മിൽ കൊത്തിക്കാണ്ട് തലമലൊക്കെ മുറിയാക്കിയിട്ടൊക്കെ ഓരോ കൂട് ഇങ്ങനെ മാറ്റിയിട്ടുണ്ടതാണ്. ചോര വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു വിടൂല. കൊത്തി 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 തലമെന്നുണ്ട് ഇറച്ചി കഷ്ണം ഇങ്ങോട്ട് എടുത്ത് വെച്ചിരുന്നു വെറുതൊക്കെ. അപ്പോൾ ഓരോ വേറെ മാറ്റി വെച്ചതാണ്. എല്ലാവർക്കും കൊടുക്കട്ടെ ഈ സമയത്ത് ഫുഡ് കയറി കാണിക്കുന്നുണ്ടെങ്കിൽ ഓരോരോ സന്തോഷം. ഓരോ കൂട്ടിലൊക്കെ ഉണ്ട്, ഫുഡ് ഉണ്ട്, അതൊന്നും അവർക്ക് വേണ്ട. അത് ഇനി ഇവിടെ വിട്ടെടുക്കണവർക്ക് കണ്ട് വിട്ടെടുത്താൽ ഒരു നല്ല സന്തോഷത്തോടെ കൊത്തി കഴിച്ചോളും. എല്ലാത്തിനേക്കാളും ഇഷ്ടം അവർക്ക് ചോറാണ്. ചോറിൽ തീറ്റ കഴിച്ച് വെച്ചെടുത്താൽ നല്ല കഴിക്കും. നേരെ മറിച്ച് തീറ്റ ഒറ്റയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ കഴിക്കൂല കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കും. രാത്രിയാണ് ഈ പണികളൊക്കെ. രാവിലെ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം, വീട് ക്ലീൻ ആക്കണമൊക്കെ തിരക്ക് കാരണം എല്ലാവർക്കും അറിയില്ല. ജോലിക്കൊക്കെ പോകുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് രാവിലെ 10 മണിക്ക് പോയാൽ രാത്രി 9:30 വീട്ടിൽ എത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ കാൽസ്യം ടോണിക് കൂടി നമ്മൾ വെള്ളത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഒരു പാത്രം നിറയെ വെള്ളം എടുക്കുമ്പോൾ ഇതിനൊരു മൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഒരു കോഴിക്ക് പെട്ടെന്ന് കൂട്ടിലുള്ളൊരു കോഴിക്ക് പെട്ടെന്നൊരു കാല് കുഴഞ്ഞ പോലെ വന്നു. അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവായി കയറാം. നമുക്ക് ഫാമൊക്കെ ഉണ്ടായിരുന്ന പശുക്കൾക്കൊക്കെ കാൽസ്യം കുറയുമ്പോഴാണ് അങ്ങനെ വരല്. അപ്പോൾ നമ്മൾ ഈ മരുന്ന് കൊടുത്തിട്ട് ഇത് വെള്ളത്തിൽ കുറച്ച് ഡോസ് കൂട്ടിക്കാണ്ട് ഞാൻ കൊടുത്തു നോക്കിയിട്ട് കൊടുത്തപ്പോൾ പിറ്റേന്ന് തന്നെ റെഡിയായി. അപ്പോൾ മനസ്സിലായി ഇവർക്ക് കാൽസ്യക്കുറവുണ്ട് എന്ന്. കാരണം കൂട്ടിലിട്ട് വളർത്തുന്നില്ല. നമ്മൾ ഏത് തീറ്റ കൊടുത്തിട്ടും അതൊന്നും അവർക്ക് ആവശ്യത്തിനുള്ളിൽ കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ കൊണ്ടുവന്നുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. 90 രൂപയാണ്. ഇതന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ മൃഗാശുപത്രിയിൽ നിന്നൊക്കെ കിട്ടും. പക്ഷേ നമുക്ക് പോകാനൊന്നും ടൈം കിട്ടിയില്ല. പിന്നെ പെട്ടെന്ന് അത്യാവശ്യമായതുകൊണ്ട് നമ്മളിത് വാങ്ങിയിട്ടിട്ട് കൊടുക്കുന്നത്. ഈ വെള്ളത്തിൽ കലക്കി കൊടുത്തവർക്ക് അത്യാവശ്യത്തിനുള്ള കാൽസ്യമൊക്കെ അങ്ങനെ കിട്ടും ചെയ്യും. അപ്പോൾ പുറത്തുള്ളവർക്കും അതന്നെ നമ്മൾ വെച്ചെടുക്കരുത് കേട്ടോ. അതിനാണ് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാളെ നേരം വരെയൊക്കെയുള്ള വെള്ളം ഉണ്ടാവും. അതിൽ കാക്കാളും കോഴികളും എല്ലാ ജന്തുക്കളും അങ്ങനെ ആവശ്യമുള്ളവർ കുടിച്ചോളും. കാൽസ്യം എല്ലാവർക്കും വേണ്ടല്ലേ. ഇവർ ഫുഡിൻ്റെ വേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. തക്കാളി, പച്ചമുളകൊക്കെ ഒരു തല കണ്ടില്ല, കൊത്തിക്കാണ്ട് ഇങ്ങനെ മുറിയായാലും പൊറുക്കാൻ എന്താന്നാ ഉള്ളിലതൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. എല്ലൊക്കെ പൊട്ടിയിട്ട് ഒക്കെ നമ്മൾ ഒന്നും ചെയ്തില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുട്ടാ. അപ്പം തന്നെ ആ ചോരമ്മക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്ക് മുറിയൊക്കെ മാറി. പിന്നെ വീണ്ടും കൊത്താനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ കൂട്ടുന്ന പോലെയാണ് മാറ്റി വെച്ചു. കേബേജിൻ്റെ കഷ്ണം കെട്ടി തൂക്കിയാൽ ഇത് മാറലുണ്ട്. എനിക്കതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കുട്ടികളെ മാറ്റിയിട്ട് കൊടുത്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ കാൽസ്യം കൊടുത്തതുകൊണ്ട് കുറേയെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനത്തെ തമ്മിൽ കൊത്തണ സ്വഭാവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മക്കളെ. ഇത് നമ്മൾ പുറത്തുള്ള വിറകുപരമായിട്ടൊരു സീറ്റിട്ട ഭാഗമാണ്. പണ്ട് പശുക്കളുണ്ടായിരുന്നു ഒരു വൈക്കോല ഇറക്കാൻ വേണ്ടി സീറ്റിട്ട് വെച്ചതാണ്. അപ്പോൾ ഈ ഭാഗത്താണ് കോഴിക്കൂടും വിറകും എല്ലാം ഉള്ളത്. ഇങ്ങനൊരു ബൾബിട്ട് വെച്ചതുകൊണ്ട് ഏത് സമയത്തും വരാൻ പേടിയില്ലാതെ വരാം.